അമേരിക്കയിൽ ഒരു വെടിവെപ്പ്. അമേരിക്കയിൽ വെടിവെപ്പ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ഹൗസിന്റെ വാതിലിൽ ജസ്റ്റ് ഗേറ്റിലാണ് വെടിവെപ്പ്. ഇതിൽ ഈ വെടിവെച്ചവൻ അഫ്ഗാനിയാണെന്നാണ് പറയുന്നത്. 2021 തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയതാണെന്നാണ് പറയുന്നത്. കുടിയേറിയത് മീൻസ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന സമയത്ത്, അതായത് അമേരിക്ക അവസാനത്തെ ഫ്ലൈറ്റ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് കുറേ ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ പെട്ട വ്യക്തിയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ പുറത്ത് വരേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും അഫ്ഗാൻ നാഷണലാണ് ഈ വ്യക്തി. ഈ തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെട്ട വ്യക്തി അഫ്ഗാനിയാണെന്നാണ്. അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇറാന്റെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ചോ, മൊസാദ് ഏറ്റവും കൂടുതൽ ട്യൂൺ ചെയ്തത് അഫ്ഗാനികളെയാണ് ഇറാന്റെ ഉള്ളിലേക്ക് മൊസാദിന്റെ ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടിയിട്ട്. അതിനെ തുടർന്നാണ് ഇറാൻ കുറേ അഫ്ഗാനികളെ അവിടെ നിന്ന് പുറത്താക്കിയത്. പക്ഷേ വീണ്ടും ഇപ്പോൾ അഫ്ഗാനിസ്ഥാനികൾക്ക് തന്നെ വീണ്ടും വിസ കൊടുത്തിട്ടുണ്ട് ഇറാൻ. അതിന്റെ കാരണം വേറെ ഒന്നുമില്ല, ഇറാന്റെ ഒരു അവസ്ഥ അത്രയേ ഉള്ളൂ. അവിടെ പണിയെടുക്കാൻ ആളില്ല. അതുപോലെ തന്നെയാണ് ഈ അഫ്ഗാനികൾ കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്തും ചെയ്യും എന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പം നിലനിൽക്കുന്നത്. അതേ അവസ്ഥയിൽ ശരിക്കും ഇപ്പോൾ ഈ അഫ്ഗാനിയാണ് ഈ വെടിവെച്ചത്. ട്രംപ് ഒരു 5 ലൈൻ വരുന്ന രീതിയിൽ ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് എഴുതി കുറിച്ചിട്ടിട്ടുണ്ട്. അതായത് ഗുരുതരമായ അവസ്ഥയിലാണ് ഈ വെടിയേറ്റ ഗാർഡുകൾ എന്ന് പറയുന്നത്. പക്ഷേ വെടിയേറ്റ ഗാർഡുകൾ മരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരിക്കും ഗുരുതരമായ അവസ്ഥയിലാണ് അവരെ ഹോസ്പിറ്റലൈസ് ചെയ്തത്. അതോടൊപ്പം അവർ മരിച്ചു എന്നാണ്, രക്ഷപ്പെടാനുള്ള യാതൊരു സാധ്യതയില്ല എന്ന് അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തായാലും മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കണം, വൈറ്റ് ഹൗസിന്റെ ഗാർഡായിട്ട് പണിയെടുത്തുകൊണ്ടിരുന്ന 2 ആൾക്കാർ കൊല്ലപ്പെടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദയനീയമായ അവസ്ഥ തന്നെയാണ്. അതായത് ഇനി അമേരിക്ക കുറച്ചുകൂടെ സൂക്ഷിക്കണം. അമേരിക്ക ഇന്ന് ശരിക്കും ബ്രദർഹുഡിനെ നിരോധിക്കാൻ വേണ്ടിയിട്ട് ഒഫീഷ്യലി എക്സിക്യൂട്ടീവ് ഓർഡർ സൈൻ ചെയ്ത് പ്രഖ്യാപനം നടത്താനിരിക്കുന്ന ഒരു ദിവസമാണിന്ന്. അന്നാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ഇൻസൈറ്റ്സ് മലയാളം ഗ്ലോബൽ എന്ന് പറഞ്ഞ ചാനലിൽ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് എടുത്ത് ചർച്ച ചെയ്യുകയും അതേപോലെ തന്നെ തമ്പനയിൽ തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ് ഈ ബ്രദർഹുഡിനെ നിരോധിക്കുമ്പോൾ ബ്രദർഹുഡിനെ, അതായത് ഈ രീതിയിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഗ്രാസ് റൂട്ട് തീവ്രവാദത്തിൻ്റെ നമുക്കാണ് തീവ്രവാദം, അവർക്ക് തീവ്രവാദമല്ല. അവർ ലോകമെമ്പാടും ഒരേ ഒരു ദൈവമാണ്, ആ ദൈവത്തിൻ്റെ റിലീജിയൻ സ്പ്രെഡ്, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം മാത്രമേ ലോകത്തിൽ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ള ആ ഒരു കോസ്, ആ ഒരു റീസൺ അടിസ്ഥാനമാക്കിക്കൊണ്ട് റിലീജിയൻ സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ള പേരിൽ, അതായത് ഒന്ന് ഈ ഒരു റിലീജിയൻ സ്പ്രെഡ് ചെയ്യാം ലോകമെമ്പാടും, നമ്പർ 1. പിന്നെ അടുത്ത മാർഗം എന്താണ്? അടുത്ത മാർഗം ഞാൻ പറയുന്ന എൻ്റെ ആശയം ഉൾക്കൊള്ളാൻ താല്പര്യമില്ലാത്ത ആൾക്കാരെ ഇല്ലാതാക്കുക. അപ്പോൾ അങ്ങനെയും നമുക്ക് മതം പ്രചരിപ്പിക്കാം. കാരണം പിന്നെ ജീവിച്ചിരിക്കുന്ന എല്ലാം ഇതേ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേത് കുറഞ്ഞു വരികയല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ 2 അജണ്ട. ആ 2 അജണ്ടയിൽ ഒന്നാണ് ഈ ബ്രദർഹുഡ് നടപ്പിലാക്കുന്നത്. ആ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവർ പല സംഘടനകൾ, അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. പല സംഘടനകൾ പല പേരുകളിൽ പല തരത്തിൽ പല രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നതിനെല്ലാം ഈ ബേസിക് എന്ന് പറയുന്നത് ഈ ബ്രദർഹുഡാണ്. അപ്പോൾ അതിനെ നിരോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. അങ്ങനെ നിരോധിക്കുമ്പോൾ, അതും ലോകത്തെ ഏറ്റവും ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യം അതിനെ നിരോധിക്കുമ്പോൾ ചില പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും, അത് ഉറപ്പാണ്. ഇതിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. ഈ കൊല്ലപ്പെട്ട 2 ഉദ്യോഗസ്ഥരും ഇവർ വൈറ്റ് ഹൗസിന്റെ കാവൽക്കാരാണ്. ഈ 2 കാവൽക്കാരും അമേരിക്കയിൽ വെസ്റ്റ് വിർജീനിയയിൽ നിന്നുമുള്ള ആൾക്കാരാണ് ഈ 2 ഗാർഡുകളും. FBI-യുടെ ഡയറക്ടറായിട്ടുള്ള കാഷ് പട്ടേലാണ് ഇതിനെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകൾ പുറത്തുവിട്ടത്. ഏതാണ്ട് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 2:15 ആ ഒരു ടൈമോട് കൂടിയാണ് ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്നത്. വാഷിംഗ്ടന്റെ മെട്രോപൊളിറ്റൻ പോലീസ് പറഞ്ഞിരിക്കുന്നത് ഈ വെടിയേറ്റു വാങ്ങിയ സമയത്തും അവരുടെ കയ്യിൽ ആംസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ പോലീസുകാരുടെ കയ്യിൽ, അതായത് ഈ കാവൽക്കാരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടും അവർക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ആക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിന്റെ ഫുട്ടേജസ് ഒക്കെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഈ വെടിവെച്ചവനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇവനുമായിട്ട് ബന്ധപ്പെട്ട് ഇവൻ വേറെ ഏതെങ്കിലും സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിച്ചത് എന്നുള്ളതിന്റെ വിവരങ്ങളൊക്കെ ഇനി ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനിവിടെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഗ്രീൻ കളറിൽ കാണാൻ കഴിയുന്ന ആ ഒരു പോർഷൻ, മെയിൻ പോർഷനാണ് വൈറ്റ് ഹൗസ്. അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു സ്ഥലമാണ് ഒരു ഗേറ്റ്, ഫെറാഗു സ്ക്വയർ എന്നാണ് വിളിക്കുന്നത്. ഈ ഫെറാഗു സ്ക്വയറിന്റെ സൈഡിൽ നിന്നും വൈറ്റ് ഹൗസിലേക്ക് എൻട്രി ആകുന്ന ആ ഒരു എൻട്രൻസ് സൈഡിലുള്ള ആ ഒരു ഗേറ്റിലാണ് 2 ഉദ്യോഗസ്ഥർക്കും അവിടെയായിരുന്നു പോസ്റ്റിംഗ്. ട്രംപ് ഇമീഡിയറ്റ്ലി 500 നാഷണൽ ഗാർഡിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് ഹൗസിന്റെ സൈഡിലേക്ക് ഇപ്പം 500 നാഷണൽ ഗാർഡിനെ ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ്, വിന്യസിച്ചിട്ടുണ്ട്. ഹൈ സെക്യൂരിറ്റി അലർട്ട് കൊടുത്തിരിക്കുകയാണ്. Report tonight that based on the best available information, the Department of Homeland Security is confident that the suspect in custody is a foreigner who entered our country from Afghanistan, a hellhole on earth. He was flown in by the Biden administration in September 2021 on those infamous flights that everybody was talking about. Nobody knew who was coming in. Nobody knew anything about it. We must now re-examine every single alien who has entered our country from Afghanistan under Biden, and we must take all necessary measures to ensure the removal of any alien from any country who does not belong here or add benefit to our country. If they can't love our country, we don't want them. America will never bend and never yield in the face of terror. We will make America totally safe again, and we will bring the perpetrator of this barbaric attack to swift and certain justice if the bullets going in the opposite direction haven't already done that.
ശരിക്കും ഈ അമേരിക്കക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ നമുക്കിപ്പോൾ അതിനെ ഓപ്പണായിട്ട് വിമർശിക്കുന്നതിൽ യാതൊരു താല്പര്യമില്ല. പിന്നെ പറയിപ്പിക്കുന്നതാണിത്. കാരണം വേറെ ഒന്നുമില്ല, അമേരിക്ക പല സാഹചര്യങ്ങളിൽ തീവ്രവാദികളുമായിട്ട് അവർ നടത്തുന്ന ഇടപെടലുകൾ അത് വളരെ മോശമാണ്. ഈ സിറിയയിലൊക്കെ ഈ തീവ്രവാദിയെ പൊക്കിക്കൊണ്ടുവന്ന് കസേരയിലിരുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടോ ഈ ട്രംപിന്? ഇതാ ഇന്നലെ ഇഡ്ലിബ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അമേരിക്കയുടെ സേനയാണ് ആക്രമണം നടത്തിയത് എന്ന് സിറിയ പറയുന്നുണ്ട്. പക്ഷേ അമേരിക്കയുടെ സെൻകോമോ അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട സെക്യൂരിറ്റി സിസ്റ്റംസ് ഒന്നും തന്നെ ഇതിനെ അംഗീകരിച്ചിട്ടില്ല. ഇതുവരെ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ഒന്നും പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഓപ്പൺ സോഴ്സിൽ കൃത്യമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് സിറിയയ്ക്കുള്ളിൽ അറ്റാക്ക് നടത്തിയത് അമേരിക്കൻ സേനയാണ്. അത് ഇഡ്ലിബ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. മാസീവ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് തന്നെയാണ്. ഇതിനകത്ത് ഒന്നാമത് ഈ രാജാവ് ഉണ്ടല്ലോ, ഈ സിറിയ ഭരിക്കുന്ന രാജാവ്, ഈ സിറിയ ഭരിക്കുന്ന രാജാവിനെ ഇൻവാലിഡ് ആക്കുന്ന പരിപാടിയാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സിറിയ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അഹമ്മദ് അൽ ഷാറ എന്ന് പറഞ്ഞ ഒരു വ്യക്തി നാളെ ഈ ഒരു പൊസിഷനിൽ നിന്നും സ്റ്റെപ്പ് ഡൗൺ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഇയാൾ അമേരിക്കയ്ക്കെതിരെ ദേഷ്യം കൊണ്ട് ഇതേപോലെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അതായത് കസേരയിൽ ഇരിക്കുമ്പം ഈ സ്വഭാവം, കസേര വിട്ട് ഒഴിഞ്ഞാൽ പിന്നെ എന്താണ് സ്വഭാവം? കസേര വിട്ട് ഒഴിഞ്ഞുള്ള ഒരു സ്വഭാവം നമുക്കറിയാം. കസേര വിട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എന്തായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിന് മുൻകാല ചരിത്രങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയും എവിഡൻ്റ് ആയിട്ടുള്ള തീവ്രവാദികളുമായിട്ട് ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്ന അമേരിക്ക എന്ത് ലാഭത്തിന് വേണ്ടി ആയിക്കോട്ടെ, നീ റെയർ എർത്ത് മിനറലോ അല്ലെങ്കിൽ നിനക്ക് ജിയോ പൊളിറ്റിക്സോ എന്ത് വേണമെങ്കിലും ആയിക്കോ, പക്ഷേ തീവ്രവാദിയുമായിട്ടാണോ നിന്റെ ചങ്ങാത്തം, നീ തീർന്ന്. അത് മാത്രമേ പറയാനുള്ളൂ. പച്ചയ്ക്ക് തീവ്രവാദി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്നവനെ പിടിച്ചുകൊണ്ട് പോയി കസേരയിൽ ഇരുത്തിയിട്ട് ഇന്ന് ഇതേ തീവ്രവാദത്തിന്റെ ആണിവേര് പിടിച്ചുകൊണ്ട് തന്നെ ഈ ബ്രദർഹുഡിന്റെ സപ്പോർട്ട് ഈ അഹമ്മദ് അൽ ഷാറയ്ക്ക് ഇല്ല എന്നാണോ വിശ്വസിക്കേണ്ടത്? തീർച്ചയായിട്ടും എനിക്കങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കാനൊന്നും പറ്റത്തില്ല. തീർച്ചയായിട്ടും സപ്പോർട്ടുണ്ട്. അവരുള്ളിൽ സന്തോഷിക്കുന്നുണ്ടാവും. അതായത് നമ്മളുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരുത്തനാണ് അവിടെ ഭരിക്കുന്നത്, ആ ഒരു രാജ്യം നമ്മുടെ കൺട്രോളിൽ വന്നിട്ടുണ്ട്. ഇറ്റ് മീൻസ് അത് എയ്തർ വേ, നീ തീവ്രവാദിയായിട്ട് ഇരുന്ന് ഭരിച്ചാലും ശരി തന്നെ, അല്ലെങ്കിൽ നീ കസേരയിൽ ഇരുന്ന് ഭരിച്ചാലും ശരി തന്നെ, നമ്മളുടെ ആളായിരിക്കണം അവിടെ, അത്രേ ഉള്ളൂ. ആ ഒരു രീതിയിലാണ് അവിടെ മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ. അപ്പൊ അത് അവിടെ ശരിക്കും അവിടെ അമേരിക്കയുടെ ബേസ് ഇപ്പോൾ വന്നിട്ടുണ്ട്, റഷ്യയുടെ ബേസ് ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. ഇത് ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് നടത്തിയ ആക്രമണമാണോ എന്ന് വരെ ഡൗട്ടും കൂടിയുണ്ട്. കാരണം എന്താണ്? ആയുധക്കടത്ത്. ഹിസ്ബുള്ളകൾക്ക് ആയുധം സപ്ലൈ ചെയ്യുന്ന ഒരു ഏരിയ ആയിട്ട് മാറിയിരിക്കുകയാണ് സിറിയയിലെ ആ ഒരു പോർഷൻ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇസ്രായേൽ ആക്രമണം നടത്തിയതാണോ എന്നുള്ളൊരു സംശയം കൂടി അവിടെ ഉണ്ട്. എനിവേ ഇപ്പോൾ ഇസ്രായേലിന്റെ സൈഡിലായാലും ശരി തന്നെ, അമേരിക്കയുടെ സൈഡിലായാലും ശരി തന്നെ, ഇതിനെക്കുറിച്ചുള്ള ഒരു കമന്റ് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം സിറിയ മാത്രമാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അതാണ് അവസ്ഥ. പക്ഷേ മാസീവ് ആയിട്ടുള്ള അറ്റാക്കാണ്. ഇനിയിപ്പോൾ രണ്ട് വിഷയങ്ങളുടെ അപ്ഡേറ്റ് തരേണ്ടതുണ്ട്. ഒന്ന് പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. പാകിസ്ഥാൻ ഇമ്രാൻഖാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒന്നെങ്കിൽ ഇന്ന് വൈകുന്നേരം, ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ. അത്ര തന്നെയാണ് മാക്സിമം ഒരു ടൈം ലൈൻ പാകിസ്ഥാന്റെ ആർമിക്ക്. കാരണം പാകിസ്ഥാന്റെ ആർമി അല്ലെങ്കിൽ ഈ ഷഹബാസ് ഷെരീഫിന്റെ ഗവൺമെന്റ് നിലവിലെ ഇമ്രാൻഖാന്റെ സ്ഥിതി എന്താണെന്നുള്ളത് പുറത്തറിയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പലതരത്തിലുള്ള അലിഗേഷൻസ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഒന്ന് ഇമ്രാൻഖാൻ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള ആ ഒരു കേസ്. അപ്പം ഇനി ഈ സിസ്റ്റേഴ്സ് പോയി കാണുന്ന സമയത്തേക്ക് ഇമ്രാൻഖാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ രീതിയിലുള്ള ഒരു വാർത്തയാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു രീതിയിലും ഇതിനെ ആൾക്കാർ നോക്കിക്കാണുന്നുണ്ട്. മറ്റൊരു സൈഡിലാണ് മറ്റേ കൊലപാതക ആരോപണം, ഇമ്രാൻഖാനെ ഇല്ലാതാക്കിയിട്ടുണ്ടാവാം എന്നുള്ള രീതിയിലുള്ള ആരോപണം. പക്ഷേ എനിക്ക് ഈ ഊച്ചാളികളെ കണ്ടിട്ട് യുവമാർക്ക് ഇമ്രാൻഖാനെ ഇല്ലാതാക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് അസീം മുനീറിനൊക്കെ അതിനുള്ള കപ്പാസിറ്റി ഒന്നും ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. വർഗീയത പടർത്താൻ നന്നായിട്ട് അവനറിയാം. അല്ലാതെ അതിൽ കൂടുതൽ അവനുള്ളതെല്ലാം കുരുട്ടുബുദ്ധിയാണ്. പിന്നെ വേറെ ഏതെങ്കിലും ഏജന്റ് വഴി നടപ്പിലാക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ ഇവൻ മിലിറ്ററിയിൽ തന്നെ ഇവൻ തോക്കെടുത്ത് വെടിവെച്ചിട്ടുണ്ടാവും എന്നുള്ളത് ഡൗട്ട്ഫുൾ ആണ്. ആ രീതിയിലാണ് അവന്റെ ആക്ടിവിറ്റീസ് എല്ലാം. എവിടെന്നെങ്കിലൊക്കെ ഒരു ഡ്രോൺ വരുന്നു, ഇല്ലാന്നുണ്ടെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ ഒരു മിസൈൽ വരുന്നു എന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, അപ്പൊ തന്നെ ബങ്കറിന്റെ ഉള്ളിൽ പോയി ഒളിക്കും. പാകിസ്ഥാന്റെ ബങ്കറുകളെല്ലാം തന്നെ അമേരിക്കൻ കൗൺസിലേറ്റിനെ ചുറ്റിപ്പറ്റിയാണ് ഈ ബങ്കറുകൾ കുഴിച്ചു വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇന്ത്യ അഥവാ അറ്റാക്ക് ചെയ്യുന്നെങ്കിൽ ഈ US-ന്റെ കൗൺസിലേറ്റിനെയൊക്കെ അറ്റാക്ക് ചെയ്യില്ലല്ലോ എന്നുള്ളൊരു ഉറപ്പ്. പക്ഷേ ഇന്ത്യ അങ്ങനെ നോക്കത്തില്ല കേട്ടോ. ഇന്ത്യ US-ന്റെ കൗൺസിലേറ്റിന്റെ അടിയിൽ കൃത്യമായിട്ടുള്ള സസ്പെക്ട് കണ്ടെത്തി കഴിഞ്ഞാൽ അറ്റാക്ക് നടത്തും. അത് തന്നെയാണ്, അത് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കിരാണ ഹിൽസ് ഒക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ അടിച്ചു പൊട്ടിച്ചത്. അപ്പോഴാണ് അമേരിക്കയ്ക്ക് ഇച്ചിരി വേദന എടുത്തത്. അടുത്ത് ഹോങ്കോങ് വിഷയവുമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെയുള്ള മരണനിരക്ക് ഏതാണ്ട് 44 ഇതുവരെ 44 ആയിട്ടുണ്ട്. കാരണം ഞാൻ ഇന്നലെ ഏർലി മോർണിംഗ് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് 4 പേരെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അത് 44 മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതുവരെ മരണനിരക്ക് 44 ഉയർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനിയും മരണനിരക്ക് ഉയരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ നിലവിൽ ഇതാണ് സിറ്റുവേഷൻ. പിന്നെ ഇന്ത്യയുടെ താരിഫുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. അതായത് IMF ഇത്തവണയും ഇന്ത്യയുടെ ഗ്രോത്ത് പോസിറ്റീവായിട്ട് തന്നെയാണ് നോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ട് വളരെയധികം ഗുണകരമാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം അഥവാ നാളെ രാവിലെ നമുക്ക് അറിയാൻ കഴിയും ഇന്ത്യയുടെ ഈ ജൂലൈ ഓഗസ്റ്റ് ആ ഒരു മാസങ്ങളിൽ, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ ഒരു ക്വാർട്ടറിൽ എന്തായിരുന്നു ഇന്ത്യയുടെ ഗ്രോത്ത്, GDP ഗ്രോത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നാളെയാണ് ഇന്ത്യ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്ലോബൽ ഫോക്കസ് ഇങ്ങോട്ടാണ്, പ്രത്യേകിച്ചും ഈ ഒരു ട്രേഡ് എക്കോണമിയുമായിട്ട് ബന്ധപ്പെട്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ നമ്മൾ 7.8 വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത്തവണയും
7.5% മുകളിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതായത് അങ്ങനെ ഒരു ഗ്രോത്ത് ഇന്ത്യ കാണിക്കുന്നു എങ്കിൽ, അതായത് നിങ്ങളൊന്ന് ആലോചിച്ചോണം, അമേരിക്ക താരിഫ് പ്രഖ്യാപിച്ച് താരിഫ് ഭയങ്കരമായിട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ പിരിച്ചെടുത്തിട്ട് ഖജനാവിലേക്ക് പൈസ ചേർത്തിട്ട് എന്നിട്ടും അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവരുടെ ഫെഡറൽ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ അടുത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വളർച്ച നിരക്കൊക്കെ അമേരിക്കയുടെ ഉള്ളിൽ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2% കേട്ടോ. GDP വലിയ GDP ആണ്, പക്ഷേ അതിൻ്റെ വളർച്ചാ നിരക്ക് 2% മാത്രമാണ്. അപ്പോൾ അതേസമയം ഇന്ത്യയെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഏതാണ്ട് 7.5, 7.6, 7.8 റേഞ്ചൊക്കെയാണ് പ്രഡിക്ഷൻ. അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഇന്ത്യക്കുള്ളിൽ വിവിധ തരത്തിലുള്ള ഇന്ത്യക്കുള്ളിൽ ഐറ്റം വൈസ് ചില ഐറ്റത്തിനുള്ള എക്സ്പോർട്ടിൽ ചില ഇമ്പാക്റ്റ് ഒക്കെ നേരിടേണ്ടി വന്നു എങ്കിലും ഇന്ത്യയുടെ എക്സ്പോർട്ട് വൈഡനിങ് ചെയ്ത് മാർക്കറ്റുകൾ കണ്ടെത്തി തുടർച്ചയായിട്ട് എക്സ്പോർട്ടിംഗ് നല്ല രീതിയിൽ നടത്തുകയും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് GSTയുടെ താരിഫിൽ ചെറിയ ഇളവ് വരുത്തിക്കൊണ്ട് സ്ലാബ് കട്ട് കൊടുത്തുകൊണ്ട് ഡൊമസ്റ്റിക് പർച്ചേസിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ഡൊമസ്റ്റിക്കിലാണ് നമ്മൾ പിടിച്ചു നിന്നത്. അപ്പം ഈ രീതിയിൽ ബുദ്ധിപരമായിട്ട് ഇന്ത്യ നീങ്ങുകയും അങ്ങനെ നമ്മൾ ബുദ്ധിപരമായിട്ട് ട്രംപിന്റെ ഈ ഒരു താരിഫ് ട്രാപ്പിൽ നിന്നും നമ്മൾ പുറത്തു വരുന്ന രംഗമാണ് ഇന്ന് ലോകം കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ നല്ല രീതിയിൽ സർജ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും ഈ ഒരു പോസിറ്റീവ് നോട്ട് നമുക്ക് വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പം വെയിറ്റ് ചെയ്തിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടിയിട്ട്. കാരണം തീർച്ചയായിട്ടും 7% മുകളിൽ തന്നെയായിരിക്കും നമ്മുടെ ഗ്രോത്ത്. അപ്പോൾ അതായത് ട്രംപിന്റെ 50% താരിഫിൽ തന്നെ ഇന്ത്യ 7.5% മേളിൽ ഗ്രോത്ത് രേഖപ്പെടുത്തുന്നു എങ്കിൽ, ഈവൻ 7 പോലും വേണ്ട, 6 മുകളിൽ തന്നെ നമ്മൾ ഗ്രോത്ത് രേഖപ്പെടുത്തുന്നു എങ്കിൽ അത് ശരിക്കും ഒരു സക്സസ് തന്നെയാണ്. തികച്ചും ട്രംപിന്റെ താരിഫിന്റെ മേളിൽ ഇന്ത്യക്ക് കിട്ടുന്ന ഒരു ആധിപത്യം തന്നെയാണ്. അത് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈവൻ 6% മുകളിൽ വന്നാൽ തന്നെയും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ പ്രഡിക്ഷൻസ് എല്ലാം 7.5% മേളിലാണ് കേട്ടോ. അഥവാ 7.5% മേളിലാണ് നമ്മളുടെ ഗ്രോത്ത് എങ്കിൽ വിതിൻ മന്തിനകത്ത് അമേരിക്ക ഇന്ത്യയുമായിട്ടുള്ള ഒരു ട്രേഡ് ഡീലിലേക്ക് ഒപ്പുവയ്ക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഇപ്പോൾ 50% എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു താരിഫ് ശരിക്കും ഒരു 12 മുതൽ 17% ഉള്ളിലാവാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. ഇന്ത്യ പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ്, ലെസ് ദാൻ 17%. അപ്പോൾ അത് ആ രീതിയിലേക്ക് മാറിക്കഴിയുമ്പോൾ ഇന്ത്യക്ക് ഉണ്ടാകുന്ന നേട്ടം എക്സ്പോർട്ട് മേഖലയിൽ വീണ്ടും ഒരു കുതിച്ചുചാട്ടം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം 50% നിന്നും കുറയല്ലേ. അപ്പോൾ ഓൾറെഡി തന്നെ നമ്മൾ ഇവിടെ ഡൊമസ്റ്റിക് മാർക്കറ്റ് കൃത്യമായിട്ട് നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം അമേരിക്കയുടെ താരിഫിൽ നിന്നും ഇളവ് കിട്ടുന്നതോടുകൂടി ആ ഒരു മേഖലയിലും കൂടി നമ്മൾ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അത് ശരിക്കും ഈ വർഷത്തിന്റെ ബാക്കിയിരിക്കുന്ന ആ ഫിസ്ക്കൽ ഇയറിന്റെ ആ ഒരു പെൻഡിങ് മാസങ്ങളിൽ അപ്പം നമുക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് എക്കണോമിസ്റ്റുകൾ വിലയിരുത്തുന്നത്. അപ്പോൾ എന്തായാലും ഈ ചെറിയ ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കൂ. നാളെ നമുക്ക് അറിയാൻ കഴിയും എന്താണ് ഇന്ത്യയുടെ ആ ഒരു GDP ഗ്രോത്ത് റേറ്റ്. എന്തായാലും അമേരിക്ക ഞെട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് ഇനി ഇതിൽ കൂടുതൽ ഇന്ത്യയുടെ അടുത്ത് താരിഫ് ഡ്രാമ കളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.